ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഷോൻ്റെ പുതിയൊരു ലേണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ 52 വീക്ക് ഹൈ സ്റ്റോക്സ് എന്നുള്ളതാണ്. സോ ഐഡിയൽ കേസ് സിനാരിയോയിൽ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സോ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ ആസ് എ നെയിം ഇംപ്ലൈസ് സ്റ്റോക്കിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്, റൈറ്റ്? സ്റ്റോക്കിൻ്റെ ലൈഫ് ടൈമിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സ്, അതിനാണ് ഓൾ ടൈം ഹൈ സ്റ്റോക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് ബേസിക്കലി 52 വീക്കാണ് റഫ്ലി നമുക്കൊരു വർഷത്തിലുണ്ടാവുക. സോ ആ 52 വീക്കിൻ്റെ, അതായത് ഒരു വർഷത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സുകൾ, അതാണ് ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ 52 വീക്ക് ഹൈ സ്റ്റോക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്ന സ്റ്റോക്സ് അല്ലെങ്കിൽ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്യുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ്, സോ എന്തുകൊണ്ടാണ് നമ്മൾ ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ 52 വീക്ക് ഹൈ സ്റ്റോക്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് ട്രേഡ് ചെയ്യണമെന്ന് പറയുന്നത്? മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ബേസിക്കലി സം ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ് ആ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ സ്റ്റോക്കിൽ ഇൻട്രസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്സ് മുകളിലേക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തതിൻ്റെ ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ 52 വീക്ക് ഹൈസിൽ ട്രേഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോക്കിനെ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അല്ല, മേ ബി ചിലപ്പോൾ ഒരു 100% മൂവ് മുകളിലേക്ക് തന്നിട്ടായിരിക്കും അതിൻ്റെ 52 വീക്ക് ഹൈ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്ക് എത്തുന്നത്. പക്ഷേ ആ സമയത്ത് മേ ബി നമുക്ക് വിചാരിക്കാം ഇത് ഓൾറെഡി അപ്പ് സൈഡിലേക്ക് ഒരുപാട് സ്ട്രെച്ച് ആയി, ഇനി എത്രമാത്രം പോകുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല കേസ്. ഐഡിയൽ കേസ് സിനാരിയോയിൽ ഒരു 100% മൂവ് തന്ന് ഓൾ ടൈം ഹൈ എത്തിയ സ്റ്റോക്സ് മേ ബി വീണ്ടും അവിടെ 100 or 200% മൂവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. സോ അതാണ് ഒരു വാല്യൂ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഇൻവെസ്റ്ററും തമ്മിലുള്ളൊരു വ്യത്യാസം. സോ വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ഓൾവേസ് ലുക്സ് ഫോർ വാല്യൂസ്, അല്ലേ? ഇപ്പോൾ ഒരു വാല്യൂ ഇൻവെസ്റ്ററിനോട് ഒരു ഓൾ ടൈം ഹൈ സ്റ്റോക്കിനെ കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും ഇത് വളരെ ഹൈ ആണ്, വളരെ ഹൈ ആണ്, അതുകൊണ്ട് നമുക്കിതിപ്പോൾ വാങ്ങുന്നത് അത്ര നല്ല വാല്യൂ ഫോർ മണി ആയിരിക്കില്ല എന്ന് പറയും. പക്ഷേ ഒരു ഗ്രോത്ത് ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്യുന്ന സ്റ്റോക്സിനെയാണ് നമ്മൾ കൂടുതൽ വാച്ച് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ട്രേഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്സിലാണെങ്കിൽ കൂടുതൽ മൊമെൻറ്റം ഉണ്ടാവുക. സോ ആ സമയങ്ങളിൽ ഒരു നല്ലൊരു മൊമെൻറ്റം ടൈം പ്ലസ് മാർക്കറ്റും പോസിറ്റീവാണ്. സോ മാർക്കറ്റ് എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിഫ്റ്റി 50 അല്ല. ഐഡിയലി ഞാൻ നോക്കുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ്. സോ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഈ സമയത്ത് വളരെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ വളരെയധികം ഫാസ്റ്റ് ആയിട്ടുള്ള അപ്വേർഡ് മൂവ്സ് തരാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. സോ നിങ്ങൾക്ക് 52 വീക്ക് ഹൈ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ എന്ന കോൺസെപ്റ്റിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് 1-2 എക്സാമ്പിൾസ് ചെക്ക് ചെയ്ത് നോക്കാം. എസ് ഡി ബി എൽ എന്ന സ്റ്റോക്ക് ഒരു 2021-22 ബുൾ റണ്ണിൽ നല്ലൊരു മൂവ് തന്ന സ്റ്റോക്കാണ്. സോ ഫോർ എക്സാമ്പിൾ ഈ എസ് ഡി ബി എല്ലിൻ്റെ സ്റ്റോക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ മന്ത്ലി ടൈം ഫ്രെയിമിൽ ഈ ഒരു സ്റ്റോക്കിൽ നല്ലൊരു കപ്പിംഗ് പാറ്റേൺ ആണ് കാണിച്ചത്. സോ ഈ കപ്പിംഗ് പാറ്റേണിന് ശേഷം സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ റേഞ്ച് നോക്കി നോക്കൂ. 2018 മെയ് മുതൽ 2022 ഡിസംബർ അല്ലെങ്കിൽ മാർച്ച് വരെയുള്ള റേഞ്ചാണ്. ഇത്രയും വലിയൊരു റേഞ്ചാണ് 2018, 19, 20, 21, 22, 23, റൈറ്റ്? 5 വർഷത്തെ റേഞ്ചാണ് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഈ സ്റ്റോക്ക് മുകളിലേക്ക് വന്നത്. ആ ബ്രേക്ക് ഔട്ടിന് ശേഷം 150% സ്റ്റോക്ക് സ്ട്രെയിറ്റ് അപ്പ് മൂവ് ആണ്. അതായത് ഈ ഒരു ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വിത്തിൻ 4 months 100% സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 52 വീക്ക് ഹൈ സ്റ്റോക്സിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൂവ്സാണ് നമ്മൾ 52 വീക്ക് ഹൈ സ്റ്റോക്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒബ്വിയസ്ലി എല്ലാ 52 വീക്ക് ഹൈ അടിക്കുന്ന സ്റ്റോക്സ് അതുപോലെ മൂവ് ചെയ്യുമോ? ഡെഫിനറ്റ്ലി ഇല്ല. ഫോർ എക്സാമ്പിൾ ഇവിടെയും ഇതിൻ്റെ 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്ന് സ്റ്റോക്ക് മുകളിലേക്ക് പോയില്ല, പെർഫോം ചെയ്തില്ല. മേ ബി അതിൻ്റെ ഏർണിങ്സ് കുറഞ്ഞിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം, റൈറ്റ്? പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ബുൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്ന സമയങ്ങളിൽ ഇങ്ങനത്തെയുള്ള സ്റ്റോക്സുകൾ വളരെ സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. സോ ഞാനിപ്പോൾ ഈ എസ് ഡി ബി എൽ അല്ലെങ്കിൽ മറ്റു അതർ എക്സാമ്പിൾസ് നോക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും കൂടി ഇതിനൊപ്പം കമ്പയർ ചെയ്ത് നോക്കാം. എന്താണ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ചെയ്യുന്ന ആ സമയത്ത് ഈ സ്റ്റോക്സ് എന്താണ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എസ് ഡി ബി എൽ, ഓക്കെ ലെറ്റ്സ് സി, എസ് ഡി ബി എൽ പീക്ക് ചെയ്തത് ഇവിടെയാണ്. ആ സമയത്ത് തന്നെ മാർക്കറ്റ് പീക്ക് ചെയ്തതിൻ്റെ 10 പീരീഡ് മൂവിങ് ആവറേജ് അടിയിലേക്ക് പോയിട്ടുണ്ട്. സോ എസ് ഡി ബി എല്ലും താഴത്തേക്ക് പോകുന്നു, മാർക്കറ്റും താഴത്തേക്ക് പോകുന്നു. സോ മാർക്കറ്റ് ഇവിടെ റിക്കവർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എസ് ഡി ബി എൽ റിക്കവർ ചെയ്യുന്നില്ല. റിലേറ്റീവ് സ്ട്രെങ്ത് വളരെ കുറവാണ് ആസ് കമ്പയർഡ് ടു
സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഈ SDBL റിലേറ്റീവ് സ്ട്രെങ്ത് കുറവാണ്. സോ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ ഇതിലും മുന്നേ ഉള്ള 1-2 വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റിലേറ്റീവ് സ്ട്രെങ്ത്തിന് വേണ്ടി തന്നെ ഒരു സ്പെഷ്യലി ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാകാത്തത് ഡെഫിനറ്റ്ലി ആ വീഡിയോ പോയി കാണേണ്ടതാണ്. സോ ഇവിടെ ഐഡിയലി വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആസ് കമ്പയർഡ് ടു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഈ സ്റ്റോക്ക് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടോ അഥവാ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനെ റിലേറ്റീവ് സ്ട്രെങ്ത് എന്നാണ് പറയുക. സോ നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിമിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഒബ്വിയസ്ലി ഞാൻ ട്രേഡും കാര്യങ്ങളൊക്കെ ഞാൻ മേ ബി വീക്ക്ലി ടൈം ഫ്രെയിമിൽ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ വീക്ക്ലി ടൈം ഫ്രെയിം ചൂസ് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിം നോക്കാം. റിലേറ്റീവ് സ്ട്രെങ്ത് 2020 നല്ലൊരു ബുൾ റൺ വന്ന സമയത്തൊന്നും ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് 2021 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ടോപ്പായി. അതിനുശേഷം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് വീഴാൻ തുടങ്ങി. പക്ഷേ ആ സമയത്താണ് ഈ സ്റ്റോക്ക് മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. ഈ സ്റ്റോക്ക് മുകളിലേക്ക് മൂവ് ചെയ്തിപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഈ ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ സ്റ്റോക്ക് ഒരു ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത് അല്ലേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയി. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് വീണ്ടും ആ ലെവലിൽ തന്നെ ഓൾമോസ്റ്റ് കൺസോളിഡേറ്റ് ചെയ്ത് നിന്ന് പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ ഈ ലെവലിനൊക്കെ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ ഈ സ്റ്റോക്ക് സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്തു. ഇത് വളരെയധികം ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ഇറ്റ്, നിങ്ങൾ റിലേറ്റീവ് സ്ട്രെങ്ത്തിന് വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഈ ഒരു ചാർട്ട് ഇവിടെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മന്ത്ലി ടൈം ഫ്രെയിമിൽ തന്നെ മാർക്കറ്റ് ഇത് ഇവിടുന്ന് വീണുകൊണ്ടിരിക്കുന്നു അല്ലേ. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തേക്ക് വന്നപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മൾ മുകളിലേക്കാണ് പോയത് അല്ലേ. നമ്മളിവിടെ ലൈൻ സോ നമ്മളിവിടെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് സ്റ്റോക്ക് മുകളിലേക്ക് പോയപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് താഴത്തേക്ക് വരികയാണ്. അതിനാണ് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് ചെറിയൊരു മുകളിലേക്ക് സ്റ്റോക്ക് സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്തു. പിന്നെ മാർക്കറ്റ് ചെറിയ രീതിയിൽ പുൾ ബാക്ക് ചെയ്തപ്പോൾ സ്റ്റോക്ക് ചെറിയ രീതിയിൽ പുൾ ബാക്ക് ചെയ്ത് പിന്നെ സ്ട്രോങ് മൂവ് ടു ദ അപ്സൈഡ്. ഇവിടെ നിന്ന് എത്ര ശതമാനം പോയി, നേരത്തെ പറഞ്ഞ പോലെ 100%, 150% മൂവ് ചെയ്തു. സോ ഇതാണ് റിലേറ്റീവ് സ്ട്രെങ്ത് പ്ലസ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ടാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലേ. സോ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് മേ ബി വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം. സോ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് ഈ റിലേറ്റീവ് സ്ട്രെങ്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു സ്റ്റോക്കിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇത് റാൻഡംലി എടുക്കുന്ന സ്റ്റോക്സാണ്. എനിക്ക് ഓർമ്മയുള്ള 1-2 സ്റ്റോക്സ് എടുത്ത് കാണിക്കുകയാണ്. ഞാൻ ഇത് സ്റ്റഡി ചെയ്തിട്ടുള്ള ഞാൻ പറയുന്നത്. സ്റ്റിൽ ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഹൈ ആണ്, ഇവിടെയും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഈ ഒരു ലോ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു ലോ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല. വീണ്ടും ഒരു ഇഷ്യൂ. ഓക്കെ, ഞാൻ മൗസിലേക്ക് മാറുന്നുണ്ട് ട്രാക്ക് പാടുന്നത്. സോ ബേസിക്കലി ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു ലോ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തില്ല. ആ സമയത്ത് മാർക്കറ്റ് ആ ലോയും കൂടെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തു. പിന്നെ സ്റ്റോക്ക് മുകളിലേക്ക് പോയി. മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാൻ ശ്രമിച്ച് വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ, വീണ്ടും ആ ലോ കട്ട് ചെയ്ത് താഴത്തേക്ക് വന്നു. അപ്പോഴും സ്റ്റോക്ക് ആ ലെവലിൽ തന്നെ നിൽക്കുന്നു. പിന്നെയും മുകളിലേക്ക് പോയി, പിന്നെ ഒരു ബ്രേക്ക് ഡൗൺ, അപ്പോൾ ആ സ്റ്റോക്ക് ആ ലെവലിൽ തന്നെ നിൽക്കുന്നു. സോ ഇതൊരു പ്രോപ്പർ റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന സ്റ്റോക്കാണ് നമുക്ക് മനസ്സിലാക്കാം, റൈറ്റ്. അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് ഒരു ചെറിയൊരു ബുൾ റൺ പോലെ തന്നപ്പോൾ സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ തുടങ്ങി. ഇപ്പോൾ ഈ ഒരു ലെവലിൽ മേ ബി റിലേറ്റീവ് സ്ട്രെങ്ത്തും കാര്യങ്ങളും നമുക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. പക്ഷേ അഥവാ അത് എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഇവിടെ ഓൾ ടൈം ഹൈൻ്റെ അടുത്താണ്. സോ ബേസിക്കലി സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ ഇതാണ്. അതിൻ്റെ അടുത്ത് വന്ന് ചെറിയൊരു കൺസോൾട്ടേഷൻ തന്ന് ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് തന്നെ ഒരു ഓൾ ടൈം ഹൈന്ന് ഒരു 25%, 30% ലെവലിൽ തന്നെ ഒരു കൺസോൾട്ടേഷൻ തന്ന് പിന്നെ മാർക്കറ്റ് സ്ട്രോങ് ആകുമ്പോൾ ഒരു ബ്രേക്ക് ഔട്ടാണ്. സോ ഈ ലെവലിൽ നിങ്ങൾക്ക് മേ ബി ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് കാണാൻ പറ്റുന്നതാണ് അല്ലേ. നോക്കി, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അപ്പോഴും സ്റ്റോക്ക് ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെയും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അപ്പോഴും സ്റ്റോക്ക് ആ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഈ ഒരു ലോ വന്നിട്ട് സ്റ്റോക്ക് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഈ ലോ ടെസ്റ്റ് ചെയ്തപ്പോഴും സ്റ്റോക്ക് അതിൻ്റെ ഈ ഒരു ലോ ടെസ്റ്റ് ചെയ്തില്ല. പിന്നെ ഈ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നു. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഞാൻ ഒന്നും കൂടെ വലുതാക്കി കാണിച്ചു തരാം. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നപ്പോഴും സ്റ്റോക്ക് എന്താ ചെയ്യുന്നത്, സ്റ്റോക്ക് മുകളിലേക്ക് പോയിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്.
എന്നിട്ട് ഓൾ ടൈം ഹൈയിൽ വന്നിട്ട് ചെറിയൊരു കപ്പിംഗ് പാറ്റേൺ വന്ന് കപ്പ് ആൻഡ് ഹാൻഡിൽ, ഇതാണ് പ്രോപ്പർ കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്കറാണ് നടന്നിരിക്കുന്നത്. അവിടുന്ന് ഒരു സ്ട്രോങ് മൂവ് ടു ദ അപ്സൈഡാണ് മാർക്കറ്റ് തന്നത്. പിന്നെ അതിന് 10 EMA ബ്രേക്ക് ചെയ്യാതെ നമ്മൾ ഓൾമോസ്റ്റ് 109% മൂവ് ചെയ്തു. ഇപ്പോൾ മാക്സിമം ഹൈറ്റേക്ക് 159% മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് പവർ ഓഫ് ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ 52 വീക്ക് ഹൈ സ്റ്റോക്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മളിപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ ചെക്ക് ചെയ്തത് അല്ലേ. ഒന്നാമത്തെ കേസ് ബിയർ മാർക്കറ്റിലായിരുന്നു. ബിയർ മാർക്കറ്റ് ആണെന്ന് നോക്കി. സോ ബിയർ മാർക്കറ്റ് ആവണമെന്ന് തന്നെ ഇല്ല, സ്റ്റിൽ ബിയർ മാർക്കറ്റിൽ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ സ്റ്റോക്സിനെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. കാരണം മിക്ക സ്റ്റോക്സും ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇതിൽ റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന സ്റ്റോക്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ അവയെ വാച്ച് ലിസ്റ്റിലാക്കി വയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. സോ നമ്മൾ ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം റൂൾസ്. ഓൾ ടൈം ഹൈൻ്റെ അടുത്തായിരിക്കണം, അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കൺസോൾഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഓൾ ടൈം ഹൈൻ്റെ അടുത്തായിട്ട് ബ്രേക്ക് ചെയ്യണം, കൺസോൾഡേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കണം. ആസ് കമ്പയർഡ് ടു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കണം. അതിനുശേഷം നല്ലൊരു കൺസോൾഡേഷന് ശേഷം സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ നല്ലൊരു സ്ട്രോങ് ബൈയിങ് വരുന്ന സമയത്ത് കൺസോൾഡേഷന് ശേഷം സ്റ്റോക്കും ബ്രേക്ക് ഔട്ട് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ വാങ്ങേണ്ടത്. അതിന് ശേഷം നല്ലൊരു 119% മൂവ് തന്നു. സോ എഗെയിൻ TD പവർ ഇതും 2021 നല്ലൊരു പവർഫുൾ മൂവറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ഐഡിയലി ഇതൊരു ട്രേഡബിൾ സ്റ്റോക്കാണെന്ന് വെച്ചാൽ ഞാനിത് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത സ്റ്റോക്കാണ്. പക്ഷേ മന്ത്ലിയിലൊക്കെ വളരെ നല്ല ബ്രേക്കൗട്ട്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ലീനിയർ സ്റ്റോക്കാണെന്ന് വെച്ചാൽ ലീനിയർ സ്റ്റോക്കല്ല. അപ്പോൾ ലീനിയാരിറ്റി എന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ മേ ബി ലീനിയാരിറ്റിനെ കുറിച്ചുള്ള ഒരു പെർട്ടിക്കുലർ സെഷൻ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മൾ റൈറ്റ് നൗ എന്താണെന്ന് നോക്കാൻ പോകുന്നത് ഓൾ ടൈം ഹൈയിലേക്ക് അടിക്കുന്ന സ്റ്റോക്കാണോ അല്ല എന്നാണ്. സോ സെയിം സിനാരിയോ, കപ്പിംഗ് ഫോർമേഷന് ശേഷം അതിനുശേഷം ഒരു നല്ലൊരു കപ്പ് ഫോർമേഷൻ, അതിനുശേഷം ഓൾ ടൈം ഹൈൻ്റെ അടുത്തൊരു ചെറിയൊരു കൺസോൾട്ടേഷൻ, പിന്നെ ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. സോ മാർക്കറ്റ് 2020 ബോട്ടമായി ഇവിടെ. അപ്പോൾ ഈ സ്റ്റോക്കും ബോട്ടമായി. ചെറിയ രീതിയിൽ മാർക്കറ്റ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു. ഈ സ്റ്റോക്ക് ചെറിയ രീതിയിൽ മൂവ് ചെയ്തു, മുകളിലെത്തി. മാർക്കറ്റ് ടോപ്പ് ചെയ്തു, ചെറിയൊരു പുൾ ബാക്ക് വന്നു. പക്ഷേ ആ സമയത്ത് ഈ ഒരു പുൾ ബാക്ക്, ഈ ഒരു ലോ സ്റ്റോക്ക് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ആ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്റ്റോക്ക് എന്താ ചെയ്യുന്നത്, ഈ ലോ ബ്രേക്ക് ചെയ്യുന്നില്ല. സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് പോയിട്ട് ചെറിയൊരു കൺസോൾട്ടേഷൻ വീണ്ടും മുകളിൽ തരികയാണ്. അതൊരു റിലേറ്റീവ് സ്ട്രെങ്ത് ആണ്. അതിനുശേഷം വീണ്ടും സോ ഐഡിയലി റിലേറ്റീവ് സ്ട്രെങ്ത് എവിടെയാണ് നമ്മൾ സ്പോട്ട് ചെയ്തത്? ഇവിടെയാണല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് റിലേറ്റീവ് സ്ട്രെങ്ത് കാണിച്ചു. പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്കാണ് വീണത്. അപ്പോൾ ബേസിക്കലി മാർക്കറ്റ് താഴത്തേക്ക് വീഴുന്നു, സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നു. പിന്നെ ചെറിയ രീതിയിൽ മാർക്കറ്റ് സ്റ്റോക്ക് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ആ സമയത്ത് മാർക്കറ്റ് ഇതിൻ്റെ ഈ ഹൈ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. മാർക്കറ്റ് വീണ്ടും ഡൗൺ ആവുന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് വരുമ്പോൾ നമ്മളും അതിന് മുന്നേ തന്നെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മാർക്കറ്റിന് ബ്രേക്ക് ഔട്ട് തരുന്നതിന് മുന്നേ തന്നെ അതിനുശേഷം വലിയൊരു മൂവ് ടു ദ അപ്സൈഡ് TD പവർ. സോ റീസെൻറ്റ് എക്സാമ്പിൾസ് കാണിച്ചു തരാം. MTAR. സോ MTAR ടെക്കിൽ എന്താ സംഭവിച്ചത്? MTAR ടെക്കിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ വന്നിട്ട് MTAR ടെക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ലെവൽ ഇതായിരുന്നു. ഓൾ ടൈം ഹൈ ലെവലിൻ്റെ അടുത്ത് വന്നിട്ട് കൺസോൾഡേറ്റ് ചെയ്യുന്നു. ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് വന്നിട്ട് കൺസോൾഡേറ്റ് ചെയ്യുന്നു. ഇതാണ് ഓൾ ടൈം ഹൈ ലൈനാണ്. അതിൻ്റെ അടുത്ത് വന്നിട്ട് കൺസോൾട്ടേഷൻ തരുന്നു. ആ കൺസോൾട്ടേഷൻ വെറും 17% പുൾ ബാക്ക് മാത്രമേ തരുന്നുള്ളൂ. ആ സമയങ്ങളിൽ ഈ ലോയിൽ നിന്ന് ഈ ഒരു ലോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു അപ്വേർഡ് മൊമെൻറ്റമാണ് സ്റ്റോക്കിൽ കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷേ ഇവിടെ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലോവർ ലോ ആണ് ക്രിയേറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇതൊന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഒരു ഹയർ ഹൈ, പക്ഷേ ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അതായത് മാർക്കറ്റ് താഴത്തേക്ക് വീഴുമ്പോൾ ഈ സ്റ്റോക്ക് മുകളിലേക്കാണ് പോകുന്നത്. വീണ്ടും ഇവിടെ നിന്നൊരു ബൗൺസ് വന്ന് വീണ്ടും ഒരു ലോ ഇവിടെ മാർക്കറ്റ് കയറിയപ്പോൾ ഈ ലോനേക്കാളും ഹൈയിലാണ്. അപ്പോൾ വീണ്ടും സ്റ്റോക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നു എന്നർത്ഥം വീണ്ടും. സോ ഓൾറെഡി ഒരു ചെറിയ കപ്പിംഗ് പാറ്റേൺ ആൻഡ് ഹാൻഡിൽ പാറ്റേൺ വന്നു. പിന്നെ മാർക്കറ്റ് ചെറിയൊന്ന് മുകളിലേക്ക് പുഷ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു സ്ട്രോങ് മൂവ് ടു അപ്സൈഡ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് മേ ബി ബൈ ചെയ്യബിൾ ആണ്. പക്ഷേ വീണ്ടും സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്ക് എന്താ സംഭവിച്ചത്? വീണ്ടും മുകളിലേക്ക് പോയി അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ, അതായത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് അതിൻ്റെ അടുത്ത് തന്നെ ഒന്ന് ചെറിയൊരു രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് 15% പുൾ ബാക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെ തന്ന് സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത്
മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് വന്നു. സോ വീണ്ടും ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് അല്ലേ. സോ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നു, മാർക്കറ്റ് ഇവിടെ നിന്ന് താഴത്തേക്ക് വരുന്നു. അതിനുശേഷം ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് മാർക്കറ്റിൽ ഒരു ബ്രേക്കൗട്ട് വരുമ്പോൾ വീണ്ടും സ്റ്റോക്കിൽ ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട്. ആ ബ്രേക്കൗട്ടിന് ശേഷം ഒരു സ്ട്രോങ് മൂവ് ടു ദ അപ്സൈഡ്. ബ്രേക്കൗട്ട് ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് 100% സ്റ്റോക്ക് മൂവ് ചെയ്തു. സോ ഇത് വളരെ ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്, എസ്പെഷ്യലി ഇൻ ബെയർ മാർക്കറ്റ്. സോ ബെയർ മാർക്കറ്റിലാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഡെഫിനറ്റ്ലി ഈസി ആയിട്ട് കാണാൻ പറ്റുന്നത്. സോ ഇങ്ങനൊരു ബെയർ മാർക്കറ്റിൽ വന്ന് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു ബെയർ മാർക്കറ്റ് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന സ്റ്റോക്സ് ഒക്കെ നമ്മുടെ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ട് നല്ല എൻട്രി പോയിന്റ്, നല്ല ഒരു പുൾ ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിൽ എൻട്രി ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ എന്താ നോക്കിയത്, രണ്ട് രീതിയിൽ നമുക്ക് ഇവിടെ എൻട്രി ആയിരുന്നു. ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൻ്റെ ഈ ഒരു ബേസിങ്ങിൻ്റെ മുകളിൽ, സെക്കൻഡ് എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബേസിങ്ങിൻ്റെ മുകളിലാണ്. ഫസ്റ്റ് എൻട്രി എന്തുകൊണ്ടാണ് നമ്മളെടുത്ത്? ഫസ്റ്റ് എൻട്രി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കേസ് ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് വന്ന് കൺസോൾഡേറ്റ് ചെയ്യുന്നു. കൺസോൾഡേഷൻ വെറും 25% താഴെയുള്ള കൺസോൾഡേഷനാണ്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ സ്ട്രോങ് വോളിയം, താഴത്തേക്ക് വരുമ്പോൾ വോളിയം ഡ്രൈ അപ്പ് ഉണ്ട്. അതിനുശേഷം റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോൾ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം നല്ലൊരു കപ്പിംഗ് പാറ്റേൺ തന്നു. ആ പാറ്റേണിൻ്റെ മുകളിലേക്ക് ട്രേഡ് എടുത്തു. ഇവിടെയും ഞാൻ പറഞ്ഞു, രണ്ട് കേസിനായിരുന്നു. ഒന്നല്ലെങ്കിൽ നമുക്ക് ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് ഉള്ള കൺസോൾട്ടേഷൻസിന് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ അടുത്ത് തന്നെ ചെറിയ കൺസോൾട്ടേഷൻ വരുമ്പോൾ ട്രേഡ് എടുക്കാം. അപ്പോൾ ഈ രണ്ട് കേസും ഈ ഒരു സ്റ്റോക്കിൽ ബാധകമാണ്. സോ അത് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി ഈ ഒരു കൺസോൾട്ടേഷനാണ്. ഈ ഒരു കൺസോൾട്ടേഷൻ കുറച്ചും കൂടി, ഈ ഒരു കൺസോൾട്ടേഷൻ കുറച്ചും കൂടി ടൈറ്റർ കൺസോൾട്ടേഷൻ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ലൊരു സെറ്റപ്പ് ഇതാണ് നമുക്ക് പറയേണ്ടി വരും. സോ ആ കൺസോൾട്ടേഷനും വീണ്ടും സെയിം സിനാരിയോ, ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു, അതിൻ്റെ അടുത്തൊരു കൺസോൾട്ടേഷൻ, ചെറിയൊരു പുൾ ബാക്ക്, വെറും 15% മാത്രമുള്ള പുൾ ബാക്ക്. മുകളിലേക്കുള്ള ഗ്രീൻ ക്യാൻഡിൽസ് ഒന്നും കൂടി ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഗ്രീൻ ക്യാൻഡിൽസിൽ സ്ട്രോങ് വോളിയം, പുൾ ബാക്ക് ക്യാൻഡിൽസിൽ വോളിയം ലോ വോളിയം. അതിനുശേഷം മാർക്കറ്റിൽ സ്ട്രോങ് ബ്രേക്കൗട്ട് വന്നപ്പോൾ ഈ ഒരു സ്റ്റോക്കിലും ബ്രേക്കൗട്ട് വന്നു. പിന്നെ സ്ട്രെയിറ്റ് അപ്പ് ഒരു 100% മൂവ് തന്നെ മാർക്കറ്റിൽ കിട്ടി. റൈറ്റ്. സോ അടുത്ത് ബ്ലിസ് GVS നോക്കി നോക്കാം. ബ്ലിസ് GVSൽ ഇതൊരു ലാസ്റ്റ് എക്സാമ്പിളാണ്. സോ ബ്ലിസ് GVS മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ആദ്യം പോയി നോക്കാം. സോ മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് ബ്ലിസ് GVSൽ പോയി കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് ഒരു കൺസോൾട്ടേഷൻ ഇവിടെ ഓൾറെഡി വരുന്നുണ്ട്. സോ ബേസിക്കലി ഓൾ ടൈം ഹൈൻ്റെ ലൈനാണ് ഇത്, ഈ ഒരു ഗ്രീൻ ലൈൻ. സോ ലെറ്റ്സ് ഗോ ടു വീക്ക്ലി ടൈം ഫ്രെയിം. സോ വീക്ക്ലി ടൈം ഫ്രെയിം എന്താ സംഭവിച്ചത്? മാർക്കറ്റ് ഓൾറെഡി ഈ സ്റ്റോക്ക് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സ്റ്റിൽ ഒരു ലീനിയർ സ്റ്റോക്ക് ആയിരുന്നില്ല, ഫാസ്റ്റായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യുന്നില്ല. പക്ഷേ കാരണം മാർക്കറ്റും കുറച്ച് മോശമായിരുന്നു. സോ ബേസിക്കലി ഇവിടെ ഈ ലെവലിലൊക്കെ വന്നു കഴിയുമ്പോൾ ഓൾറെഡി മാർക്കറ്റ് വീഴുമ്പോൾ ഈ സ്റ്റോക്കും വീഴുന്നുണ്ടായിരുന്നു, റിലേറ്റീവ് സ്ട്രെങ്ത്തും കാണിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ലെവലിൽ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഈ ഒരു ലോ മുതൽ, ഈ ഒരു ലോന്ന് വീണ്ടും മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ സ്റ്റോക്ക് ഒരു ഹയർ ലോ ആണ് ക്രിയേറ്റ് ചെയ്തത്, പിന്നെയും ഒരു ഹയർ ലോ ആണ്. സോ ഇവിടുന്ന് ഈ ഒരു ലോനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ലോ ഹയർ ആണ്. പക്ഷേ മാർക്കറ്റിൽ ഈ ഒരു ലോനെ വെച്ച് നോക്കുമ്പോൾ സെയിം ഇതിന് ഓപ്പോസിറ്റുള്ള സെയിം ഈ ഒരു ലോനെ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ സ്റ്റോക്ക് ഹയർ ലോ ആണ് ക്രിയേറ്റ് ചെയ്തത്. വീണ്ടും ഒരു ഹയർ ലോ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ മാർക്കറ്റ് ഒരു ലോവർ ലോ ആണ് ക്രിയേറ്റ് ചെയ്തത്. സോ ഐഡിയലി മാർക്കറ്റ് ഇവിടുന്ന് ഇത്രയും എത്ര ശതമാനം വീണു? ഈ ഒരു ലോയിൽ നിന്ന് മാർക്കറ്റ് 10% വീണപ്പോൾ ഈ ഒരു ലോയിൽ നിന്ന് സ്റ്റോക്ക് 38% മുകളിലേക്ക് മൂവ് ചെയ്തു. 3 times മോർ. റൈറ്റ്. അതും 3 times മോർ എന്നല്ല, ഇതിലേക്ക് 10% മാർക്കറ്റ് നെഗറ്റീവ് ആയപ്പോൾ ഇത് 38% പോസിറ്റീവാണിത്. റൈറ്റ്. അതിനുശേഷം മാർക്കറ്റ് സ്ട്രോങ് ബ്രേക്കൗട്ട് ക്യാൻഡിൽ വന്നപ്പോൾ നമ്മളിവിടെ ബ്രേക്കൗട്ടായി. സോ ബ്ലിസ് GVSൽ ഒരു സ്ട്രോങ് എൻട്രി കിട്ടിയിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 100% മൂവ് വീണ്ടും ബ്ലിസ് GVSലും കിട്ടിയേനെ. സോ രണ്ട് എക്സാമ്പിൾ വന്നു. രണ്ട് എക്സാമ്പിളിലും ഞാൻ 3 എക്സാമ്പിൾ പറഞ്ഞു. ഒന്ന് SDBL, രണ്ടാമത്തത് MTAR, മൂന്നാമത്തത് ബ്ലിസ് GVS. സോ എല്ലാത്തിലും നമ്മൾ എന്താ പറയുന്നത്, ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടൊരു കൺസോൾട്ടേഷൻ, സ്റ്റോക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നു, പുൾ ബാക്ക് 25 to 30% ഉള്ളിലായിരിക്കണം. സോ ബേസിക്കലി റിലേറ്റീവ് സ്ട്രെങ്ത്, പുൾ ബാക്ക്, ഓൾ ടൈമിൻ്റെ അടുത്ത് തന്നെ പുൾ ബാക്ക്, ഓൾ ടൈമിൽ ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അടുത്ത് അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിൽ തന്നെ ഒരു പുൾ ബാക്ക്, ചെറിയൊരു കൺസോൾട്ടേഷൻ 15% or lesser, 30% or lesser കൺസോൾട്ടേഷൻ. അതും നാലാമത്തെ ഒരു കേസും കൂടെ കൂട്ടുമെന്ന് പറഞ്ഞാൽ ഗ്രീൻ ക്യാൻഡിൽസിൽ നല്ല ഹയർ വോളിയം, പുൾ ബാക്ക് ക്യാൻഡിൽസിൽ ലോവർ വോളിയം. പിന്നെ മാർക്കറ്റ് നല്ലൊരു സ്ട്രോങ് ബ്രേക്കൗട്ട് തരുന്ന സമയത്ത് ഈ സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട്, ആ ബ്രേക്കൗട്ട് ലെവലിൽ നിന്ന് ഒരു സ്ട്രോങ് മൂവ് ടു ദ അപ്സൈഡ്. റൈറ്റ്. മേ ബി ഒരു കേസും കൂടെ നോക്കി നോക്കാം.
കിർലോസ്കർ എഞ്ചിനീയർ കിർലോസ്കർ ഓയിൽ എൻജിൻസ് ലിമിറ്റഡ്. സോ എഗെയിൻ സെയിം തിങ്, ഓൾ ടൈം ഹൈ ഇതാണ്, വലിയൊരു ബേസാണ്, 2024 മുതൽ ഉള്ളൊരു ബേസാണ്. സ്റ്റോക്ക് ഇവിടെ എന്താ ചെയ്യുന്നത്, മാർക്കറ്റ് എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ലോയിൽ നിന്ന് മാർക്കറ്റ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റോക്ക് എന്താ ചെയ്തത്, സ്റ്റോക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഹയർ ലോ ആണ് ക്രിയേറ്റ് ചെയ്തത്. വീണ്ടും മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ ഒരു ലോ തന്നെ, ഈ ലോൻ്റെ താഴെ ക്ലോസ് ചെയ്യാതെ മാർക്കറ്റ് സ്റ്റോക്ക് പിടിച്ചു നിന്നു. റൈറ്റ്, ഈ ഒരു ലോയ്ക്ക് താഴെ ക്ലോസ് ചെയ്യാതെ സ്റ്റോക്ക് പിടിച്ചു നിന്നു. റൈറ്റ്, പക്ഷെ മാർക്കറ്റ് ഓൾറെഡി ക്ലോസ് ചെയ്തു. മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക്, അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് 7% വീണപ്പോൾ ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് ഹൈ 47 ആണ്, ഇതിൻ്റെ ലോസ് നോക്കിക്കഴിഞ്ഞാൽ 20%. സോ വീണ്ടും ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. സോ ഇവിടെ ഈ ഒരു ലെവലിൽ നിന്ന് മേ ബി ഇവിടം വരെ സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് 80% റാലി ചെയ്ത സമയത്ത് മാർക്കറ്റ് അവിടെ നിന്ന് എത്രയാണ്, 12% ഡൗൺ ആയിരുന്നു. അതിനുശേഷം മാർക്കറ്റിൽ സ്ട്രോങ് ഒരു ബ്രേക്ക് ഔട്ട്, അത് 10 EMA മുകളിലൊക്കെ സ്ട്രോങ് ഒരു ക്യാൻഡിൽ വന്ന സമയത്ത് നല്ല ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഇവിടെ കിട്ടി. മേ ബി നമുക്ക് ഈ ഒരു ലെവലിൻ്റെ മുകളിലൊക്കെ ബ്രേക്ക് ഔട്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൂവ്മെൻറ്റ് എത്രയാണ്, 74% ഇൻ എ മാറ്റർ ഓഫ് വീക്സ് കിട്ടും. സോ ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് 16% മാത്രമേ ഉള്ളൂ. സോ എന്താ നമ്മളിവിടെ വീണ്ടും സെയിം കോൺസെപ്റ്റ് 4-5 സ്റ്റോക്കിൽ കാണിച്ചു തരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ബ്രെയിനിൽ ഫീഡ് ആവാൻ വേണ്ടിയിട്ടാണ്. സോ വീണ്ടും നമ്മളെന്താ നോക്കുന്നത്, ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ 52 വീക്ക് ഹൈ സ്റ്റോക്സിനടുത്ത് നോക്കുന്നു. അതിനുശേഷം റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു ഇൻ എ ബിയർ മാർക്കറ്റ്. അതിനുശേഷം അതിൻ്റെ ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ ആഫ്റ്റർ ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നു. ആ കൺസോൾട്ടേഷനിൽ പുൾ ബാക്ക് എത്ര ശതമാനം, 25-30% ഉള്ളിലാണോ എന്ന് നോക്കുന്നു. അതിനുശേഷം മുകളിലേക്ക് പോകുന്ന ഗ്രീൻ ക്യാൻഡിൽസിൽ വോളിയം ഹൈ ആണ്, അതുപോലെ തന്നെ പുൾ ബാക്ക് തരുന്ന ക്യാൻഡിൽസ് വോളിയം ലോ ആണെന്ന് മനസ്സിലാക്കുന്നു. ഒരു മിനിറ്റ്. അതിനുശേഷം ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കിട്ടുന്നു. റൈറ്റ്, സോ ആ ബ്രേക്ക് ഔട്ട് ഓൾമോസ്റ്റ് 66% ആണ് നമുക്ക് മൂവ് ചെയ്യുന്നത്. സോറി ഫോർ ദ ഇൻ്റർഫിയറൻസ്, എനിക്കൊരു കോൾ വന്നിരുന്നു. സോ ആ ബ്രേക്ക് ഔട്ടിൽ നിന്ന് നമുക്ക് ഒരു സ്ട്രോങ് 60%, 70% മൂവ് തരുന്നു. സോ ഈ ഒരു സ്ട്രാറ്റജി ഒബ്വിയസ്ലി നമുക്കൊരു ബെയർ മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇങ്ങനത്തെ സ്റ്റോക്സിനെ കണ്ടുപിടിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. റൈറ്റ്, സോ ഒരു ബെയർ മാർക്കറ്റ് ആകുമ്പോൾ നിങ്ങൾ സ്കാനിങ്ങും കാര്യങ്ങളും നിർത്തരുത്. ഇൻസ്റ്റെഡ് ഇങ്ങനെ ഹൈ റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്ന ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സ്റ്റോക്സിനെ കണ്ടുപിടിച്ച് അവയെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ട് മാർക്കറ്റിൽ ഒരു സ്ട്രോങ് ബ്രെത്ത് ത്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് മൂവ് വരുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സ്റ്റോക്സ് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള സ്റ്റോക്സ് നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു സ്ട്രോങ് പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ്സിൽ അറിയിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.